ഇന്ന് ഫ്രീ ടൈം ട്രാവലേഴ്സ് നിങ്ങളോട് പറയുന്നതേ കേരളത്തിലെ ജഡ്ജിയമ്മാവൻ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ്. ശരിക്കും നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വിശേഷങ്ങളാണ് ഇവിടെ ഉള്ളത്. ഞാനിത് പറയുന്ന കേട്ടാൽ നിങ്ങൾക്ക് പലർക്കും തമാശയായി തോന്നേക്കാം, പക്ഷേ ഇത് പകൽ പോലെ സത്യമുള്ള കാര്യമാണ് കേട്ടോ. നാളുകൾ നീളുന്ന കേസുകളിലും വ്യവഹാരങ്ങളിലും കുരുങ്ങി നീതി ലഭിക്കാൻ വൈകുന്നവർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അവർക്ക് ഉറപ്പായിട്ട് നീതി ലഭിക്കുമെന്നാണ് വിശ്വാസം. അങ്ങനെ ഇവിടെ നീതി തേടി വന്നവരെല്ലാം വളരെ പ്രശസ്തരുമാണ് കേട്ടോ. നമ്മുടെ ലിസിയും ശ്രീശാന്തും ദിലീപും ഒക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ചെറുവള്ളി ദേവീക്ഷേത്രത്തിന്റെ ഉപദേവതയായിട്ടാണ് ജഡ്ജിയമ്മാവൻ കുടികൊള്ളുന്നത് ഇവിടെ. ക്ഷേത്രത്തിലെ പൂജകളൊക്കെ കഴിഞ്ഞ് രാത്രി 8:05 ജഡ്ജിയമ്മാവന്റെ നട തുറക്കുന്നത്. കരിക്കും അടയുമാണ് ജഡ്ജിയമ്മാവൻ നടയിലെ പ്രധാന വഴിപാടുകൾ. അപ്പോ ഈ വഴിപാടുകൾ ബുക്ക് ചെയ്യാനുള്ള നമ്പരും ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കാം. തങ്ങളുടെ കേസിൽ നീതിയും ഉണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്താൽ ഉറപ്പായിട്ടും നീതി കിട്ടും എന്ന് തന്നെയാണ് എല്ലാവരുടെയും വിശ്വാസം. പൊൻകുന്നത്ത് നിന്നും ചിറക്കടവ് മണിമല റൂട്ടിൽ 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ ക്ഷേത്രത്തിൽ എത്താൻ കേട്ടോ. അങ്ങനെ ഈ ക്ഷേത്രം പ്രസിദ്ധമാവാനുള്ള കാരണത്തിന് പിന്നിൽ ഒരു കഥയുണ്ട്. അത് ഞാൻ പറയാം. ധർമ്മരാജ എന്ന പേര് കേട്ട കാർത്തിക തിരുനാൾ രാമവർമ്മ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന കാലം. ധർമ്മശാസ്ത്രവും നീതിസാരവും വേദങ്ങളായി കണ്ട് ഉത്തമ ഭരണം നടത്തിയിരുന്ന രാജാവിന് ചേർന്ന കൊട്ടാരം ന്യായാധിപനായിരുന്നു തിരുവല്ല തലവടി സ്വദേശിയായ ഗോവിന്ദപിള്ള. നീതിയും ന്യായവും ഇട്ട് ഒരു കളിയുമില്ല അദ്ദേഹത്തിന്. ഒരിക്കൽ ഗോവിന്ദപിള്ളയുടെ അനന്തരവനായ പത്മനാഭപിള്ള ഒരു കേസിൽ കുറ്റാരോപിതനാകുന്നു. ന്യായ അന്യായങ്ങൾ തുലാസിൽ അളന്ന് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പിള്ള മരുമകന് വധശിക്ഷ വിധിക്കുന്നു. എന്നാൽ അനന്തരവൻ നിരപരാധിയായിരുന്നെന്നും തന്റെ വിധിന്യായത്തിൽ പിഴവുണ്ടായിരുന്നെന്നും പിന്നീട് തിരിച്ചറിയുന്ന പിള്ള പശ്ചാത്തപിക്കുന്നു. അതിനാൽ പിള്ള തന്നെ രാജാവിനോട് തന്നെ ശിക്ഷിക്കാൻ അപേക്ഷിക്കുന്നു. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ധർമ്മരാജ പിള്ളയ്ക്ക് വധശിക്ഷ വിധിച്ചു. ഇങ്ങനെ ദുർമരണം സംഭവിച്ച പിള്ളയുടെ ആത്മാവ് അവിടെയൊക്കെ അലഞ്ഞിരിഞ്ഞു നടന്നെന്നും അതിനുശേഷം ചെറുവള്ളി ക്ഷേത്രത്തിന്റെ ഒരു ഉപദേവനായി അവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം. രാത്രി പ്രധാന ക്ഷേത്രത്തിന്റെ നടയടച്ച ശേഷമാണ് ഇവിടെ നട തുറക്കുന്നത്. ഭക്തർ തന്നെയാണ് ഇവിടെ പൂജകൾ നടത്തുന്നത്. അപ്പോൾ ഇനിയും വേറൊരു കഥയുമായി നല്ല കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയായി നമുക്ക് കാണാം. ഓക്കേ.